കോൺഗ്രസിലെ തന്നെ മറ്റ് വിഷയങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. സംസ്ഥാന കോൺഗ്രസിൽ കെ.സി. വേണുഗോപാൽ നടത്തുന്ന ഇടപെടലിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി രൂക്ഷമാവുകയാണ്. കെ.സിയുടെ അമിതാധികാര പ്രയോഗമാണെന്ന വിമർശനം ഒരു വിഭാഗം ഉന്നയിക്കുന്നു. ഏകാധിപത്യ തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഒരു വിഭാഗം നേതാക്കൾ. രണ്ടാം ഘട്ട പട്ടിക എന്ന് പറയുന്നത് അവർ മനഃപൂർവ്വം വൈകിപ്പിച്ച് ഓരോരുത്തരെയും വെട്ടിമാറ്റാനുള്ളവരെ വെട്ടിമാറ്റണം. കെ.സി. വേണുഗോപാലിൻ്റെ സ്വന്തം ആളുകളെ അതിനകത്ത് തിരികെ കയറ്റണം. വാസ്തവത്തിൽ കെ.സി. വേണുഗോപാൽ ഡൽഹിയിൽ ഒരു വാരിക്കുഴി കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. ആദ്യം വി.ഡി. സതീശനെ കൊണ്ടുവന്നു, അതിനകത്ത് വീഴ്ത്തി. രമേശ് ചെന്നിത്തല എല്ലാം ഉറപ്പിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ ആളുകളെയും വെട്ടി വീഴ്ത്തി. ഇപ്പോൾ പൂർണ്ണമായി 80% കെ.സി. വേണുഗോപാലിൻ്റെ ആളുകൾ മാത്രമേ ആ ലിസ്റ്റിലുള്ളൂ. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസ് നേതൃത്വത്തിനും കോൺഗ്രസ് പ്രവർത്തകർക്കും എല്ലാം അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടെ സംഭവിച്ചത്. ശങ്കരമംഗലത്ത് തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. പ്രശാന്ത്, ഈ കോൺഗ്രസിലെ പരമ്പരാഗത ഗ്രൂപ്പുകളായിട്ടുള്ള AI ഗ്രൂപ്പുകളെയൊക്കെ കെ.സിയുടെ ടീം വെട്ടി നിരത്തുന്ന ഒരു കാഴ്ച നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ കണ്ടതാണ്. അപ്പോൾ കെ.സിയുടെ ഈ കളി അസ്ഥാനത്താണ് എന്നാണോ കോൺഗ്രസിലെ ഒരു വിഭാഗം പറയുന്നത്? ഗൗതം, ഈ തെരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളികളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, സ്ഥാനാർത്ഥി നിർണയ ഘട്ടത്തിലടക്കം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. മറ്റ് നേതാക്കൾ, പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള കെ. സുധാകരൻ അടക്കമുള്ളവർ പ്രതിഷേധിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഇത്തരത്തിൽ കോൺഗ്രസിനുണ്ടായിരുന്നു. കാരണം സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ കഴിയാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് പോയ നേതാക്കളെല്ലാം, അതായത് രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശൻ അടക്കമുള്ളവർ അവരവരുടെ ഒരു ലിസ്റ്റുമായിട്ടാണ് അവിടേക്ക് പോയത്. എന്നാൽ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട നേതാക്കളെ പോലും ഇപ്പോൾ, അല്ലെങ്കിൽ ആ ഉൾപ്പെട്ട ആളുകളെ പോലും സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ ആയി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുകൊണ്ട് NS നുസൂർ എന്ന ഒരു കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവ്, തിരുവനന്തപുരത്തെ സമുന്നത നേതാവ്, അദ്ദേഹം കോൺഗ്രസിൽ നിന്നും രാജിവെച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അവഗണനകൾ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നു. മാത്രമല്ല, നിലവിലെ KPCCയിലെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഇത്തരത്തിൽ കെ.സി. വേണുഗോപാൽ നിയന്ത്രിക്കുന്ന ഒരു കോൺഗ്രസ് ആയിട്ട് മാറുന്നു എന്നതാണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് വരുന്നത്. കാരണം പലപ്പോഴും ഈ ഇടപെടൽ കോൺഗ്രസ്, ഈ KPCCയിലെ എല്ലാം ആ ഇടപെടൽ വരുന്നത് കെ.സി. വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇത് പാർട്ടിയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പാർട്ടി പ്രവർത്തകർക്കടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്നു. നിരന്തരം ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ആർക്കും കൃത്യമായ രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, കെ.സി. വേണുഗോപാലിൻ്റെ അമിതാധികാര പ്രയോഗമാണ് പാർട്ടിയിൽ ഉടനീളം ഉണ്ടാകുന്നത്, കേരളത്തിലെ KPCCയിൽ ഉടനീളം ഉണ്ടാകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ വിമർശനങ്ങളായിട്ട് പോയിരുന്നു. ഒരു വിഭാഗം നേതാക്കൾ വലിയ രീതിയിൽ ഇതിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇവർ പറയുന്നത് KPCCയിൽ യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. എല്ലാം കെ.സി. വേണുഗോപാൽ തീരുമാനിക്കുന്ന ഒരു നിലയിലേക്കൊക്കെ എത്തുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിമർശനമായിട്ട് ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. ആ പാർട്ടിക്ക് തിരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും നല്ല രീതിയിൽ ഒരു പ്രചരണം നടത്തുവാൻ പോലും സാധിക്കുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ പ്രചരണത്തിലായാലും ശരി, യാതൊന്നും ചെയ്യാൻ കഴിയാത്ത നിലയിലേക്കൊക്കെ കോൺഗ്രസ് അധപ്പതിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. ഇതെല്ലാം ഇത്തരത്തിൽ കെ.സി. വേണുഗോപാലിൻ്റെ ഇടപെടൽ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകളിലൂടെയാണ് ഇതെല്ലാം ഉണ്ടാകാൻ കാരണമെന്നതടക്കമാണ് ഇപ്പോൾ വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. തെരഞ്ഞെടുപ്പ് കാലമായിട്ട് പോലും പാർട്ടിയിലെ അണികളെ പിടിച്ചു നിർത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല, KPCCക്ക് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ KPCC പ്രസിഡന്റ് ഒരു കഴിവുകെട്ട പ്രസിഡന്റായി മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിമർശനങ്ങളായിട്ട് ഉന്നയിക്കുന്നു. നമുക്കറിയാം, പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തൊന്നും KPCC പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫിൻ്റെ സാന്നിധ്യമില്ല, അല്ലെങ്കിൽ സണ്ണി ജോസഫിൻ്റെ കാര്യമായിട്ടുള്ള റോൾ അവിടെ ഇല്ല എന്ന അടക്കമുള്ള കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാവുകയാണ്. കെ.സി. വേണുഗോപാൽ ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഡൽഹിയിലിരിക്കുന്ന കെ.സി.യാണ് കേരളത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ അനാവശ്യമായി ഇടപെട്ടതെന്നും AI ഗ്രൂപ്പുകളെ, പരമ്പരാഗത ഗ്രൂപ്പുകളെ മുഴുവൻ വെട്ടിനിരത്തി ആരൊക്കെ സ്ഥാനാർത്ഥിയാകണമെന്നതിലൊക്കെ കെ.സി. ചില റോള് കളിക്കുന്നു എന്നതാണ് മറ്റ് ഗ്രൂപ്പ് നേതാക്കളെ ഇപ്പോൾ അസ്വസ്ഥമാക്കുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്തും കോൺഗ്രസിൽ അതിൽ സഹജമായ ഗ്രൂപ്പിസം അതിങ്ങനെ പൊന്തി വരികയാണ് ഓരോ ഘട്ടങ്ങളിലായി. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങളുമായി ചേർന്നത്.